ആത്മവിശ്വാസമാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് തെളിയിച്ച ഒരുപാട് കഥാപാത്രങ്ങൾ നമുക്കറിയാം. നമ്മൾ കൂടുതലും സിനിമയിലായിരിക്കും അത്തരം കഥാപാത്രങ്ങളെ കണ്ടിട്ടുണ്ടാവുക. റിയൽ ലൈഫിൽ അത്തരം കഥാപാത്രങ്ങൾ ഒരുപക്ഷെ സ്പോർട്സ് മേഖലയിൽ നിന്നായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അതും പ്രത്യേകിച്ച് ഫുട്ബോൾ മേഖലയിൽ. ഫുട്ബോളിന് ഭാഷയില്ല എന്നാണ് പറയാറ്. എന്നാൽ അവരോളം ഭാഷകളുടെ പ്രാധാന്യം അറിഞ്ഞ ആളുകളില്ല എന്ന് തന്നെ പറയാം. ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുകയും അനേകം യുവാക്കളുടെ പ്രചോദനമാവാൻ സാധിക്കുകയും ചെയ്ത ശ്രീ ആഷിഖ് കുരുണിയനാണ് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൽ നമ്മുടെ അതിഥിയായിട്ടുള്ളത്. ആഷിഖ്, നമസ്കാരം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കാൻ സാധിച്ചു. അതുവഴി എത്രയോ ആളുകളുടെ ഒരു ഇൻസ്പിറേഷൻ ആവാനും സാധിച്ചു. ശരിക്കും എന്താണ് താങ്കളുടെ ദ സീക്രട്ട് ഓഫ് സക്സസ്? എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കരിയറിൽ അങ്ങനെ സീക്രട്സ് ഒന്നും ഒരുപാടില്ല. പക്ഷേ എങ്കിലും ഞാൻ ചെയ്യുന്ന വർക്കിൽ 100% കമ്മിറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എനിക്കറിയായിരുന്നു എൻ്റെ ലൈഫിൽ ഫുട്ബോൾ അല്ലാതെ മറ്റൊരു വലിയൊരു ഒരു മാർഗം ശരിക്കും ഇല്ലായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് മുന്നേ. പക്ഷേ എങ്കിലും ഒരുപാട് ലക്കിയായിരുന്നു ഞാൻ എല്ലാ കാര്യത്തിലും. അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കറിയാം ഞാൻ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ, നാഷണൽ ടീം കളിക്കുക, അതുപോലെ ISL കളിക്കുക, I ലീഗ് കളിക്കുക, അതെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. അതിനോടുകൂടെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ലക്കിയായിരുന്നു. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് ആഗ്രഹിച്ചത് നടക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഒരുപാട് ലക്കിയാണെന്നായിരുന്നു. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ ഇത് നടക്കുമോ ഇല്ലേ എന്ന് ഡൗട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു. അതങ്ങനെ നടന്നതിൽ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സ്വപ്നം കാണും. എൻ്റെ ഒരു ദ സീക്രട്ട് എന്ന ഒരു ബുക്ക് വായിച്ചിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര പ്രചോദനമായിട്ടുണ്ട്. കാരണം അതിൽ പറയുന്നത് നമ്മൾ എന്തിനെക്കുറിച്ച് ആഗ്രഹിക്കുന്നോ അത് എന്നും ഒരു മണിക്കൂർ 2 മണിക്കൂർ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കണം എന്ന്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ഫുട്ബോൾ കരിയർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം എപ്പോഴും ഒരു അരമണിക്കൂർ 1 മണിക്കൂർ എൻ്റെ ആഗ്രഹം എന്താണ്, അത് അടുത്ത സ്റ്റെപ്പ് എന്താണ്, ആ സ്റ്റെപ്പിനെ കുറിച്ച് ആഗ്രഹിക്കലും അതുപോലെ അതിനുവേണ്ടി നാളെ ഞാൻ എന്ത് ചെയ്യണം അത് ചിന്തിക്കാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്വപ്നം കാണുക എന്ന് പറയുന്നതാണ് താങ്കളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രചോദനം അല്ലേ? ഹാർഡ് വർക്ക് ചെയ്യണം. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് കൂടെ തന്നെ ഇതിൽ അത്ര കമ്മിറ്റ്മെന്റ് ആയിരിക്കണം. കമ്മിറ്റ്മെന്റ് ആകുമ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇത്ര സ്വപ്നം ഉണ്ടാകുമ്പോൾ ഇത്ര ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നും നൈറ്റ് ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എന്താവണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മളെ അതായത് ഇംഗ്ലീഷ് ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മുടെ മേഖല എന്ന് പറയുന്നത് ഭാഷാ പഠനമാണ്. അതുകൊണ്ട് ചോദിക്കാം കേട്ടോ, ശരിക്കും ഇപ്പോൾ താങ്കളുടെ അതായത് ഇപ്പോൾ നമ്മളൊക്കെ അന്താരാഷ്ട്രം എന്ന രീതിയിലൊക്കെ ചിന്തിക്കുന്ന ഇൻ്റർനാഷണൽ സ്പോർട്സ്, ശരിക്കും താങ്കളുടെ മേഖലയിൽ ഈ ഭാഷ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ആണോ? തീർച്ചയായിട്ടും. ശരിപ്പോൾ എല്ലാവരും കരുതും ഞാൻ ഫുട്ബോൾ പ്ലെയർ അല്ലേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്പോർട്സ് അല്ലേ, അപ്പോൾ അവർക്ക് അത് ചെയ്താൽ പോരെ, ഇപ്പം എനിക്ക് ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിച്ചാൽ മതിയല്ലോ, സംസാരിക്കണ്ടല്ലോ എന്ന് കരുതും. പക്ഷേ നമ്മൾ കോച്ച് അധികം എല്ലാ ടീമിലും ഇപ്പോൾ ISL ആണെങ്കിലും കോച്ചസ് ഫോറിൻ കോച്ചസ് ആണ്. അത് സ്പാനിഷ് ആവാം അല്ലെങ്കിൽ സ്പാനിഷ് കോച്ച് ആവാം, പുറത്തുള്ള കോച്ചാവാം. അപ്പോൾ ഇവരൊക്കെ ഒരു കോമൺ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്കത് അറിയില്ലെങ്കിൽ, ഗ്രൗണ്ടിൽ കോച്ച് എന്ത് പറയുന്നു അല്ലെങ്കിൽ ബാക്കി പ്ലേയേഴ്സ് എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ മാച്ച് ഒരിക്കലും കഴിയില്ല. ട്രെയിനിങ് അതിലേറെ ബുദ്ധിമുട്ട്. എന്നും ട്രെയിൻ ചെയ്യുമ്പോൾ ഓരോരോ വർക്കായിരിക്കും കോച്ചസിൻ്റെ, ഡിഫറെൻറ്റ് വർക്ക്സ് ആയി ഓരോ ദിവസവും. ആ ദിവസമുള്ള വർക്ക് കോച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഞങ്ങൾ നോർമലി എനിക്ക് ഒരു ബുദ്ധിമുട്ട് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ട്. മുന്നേ മാച്ച് വർക്കിൻ്റെ മുന്നേ മീറ്റിംഗ് ഉണ്ടാവും, ഇന്നത്തെ വർക്ക് ഇതാണ്, അത് ഇംഗ്ലീഷാണ് ഉണ്ടാവുക, ഇംഗ്ലീഷിലാണ് ബോർഡിൽ എഴുതിയിട്ടുണ്ടാവുക, ഇംഗ്ലീഷിലാണ് അത് പറഞ്ഞു തരിക. അത് കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആൻസർ ഇല്ല, നേരെ ചെയ്യലാണ്. അപ്പോൾ അവിടുന്ന് അത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ തിരിച്ചിവിടെ വന്ന് ഗ്രൗണ്ടിൽ എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ശരിക്കും ഇംഗ്ലീഷ് എന്ന ഭാഷയ്ക്ക് അത്രയേറെ പ്രാധാന്യം വന്നിട്ടുണ്ട് താങ്കളുടെ മേഖലയിൽ. അതെ, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ഹിന്ദി അങ്ങനെയുള്ള ലാംഗ്വേജുകൾക്കോ? ഹിന്ദി ഇപ്പോൾ നമ്മൾ കേരളം വിട്ട് പുറത്ത് പോകണില്ല. നോർമലി നമ്മളെ കേരളത്തിൽ എല്ലാവരും മലയാളം സംസാരിക്കും നമ്മൾ. പക്ഷേങ്കിൽ കേരളത്തിന് പുറത്ത് പോയി കഴിഞ്ഞാൽ അഥവാ ഇംഗ്ലീഷ് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമ്മൾ പോകും. കാരണം നമുക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിലും അവർക്ക് ഇംഗ്ലീഷ് അറിയാത്ത സ്ഥലങ്ങൾ ഒരുപാടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പക്ഷേ ഒരു കോമൺ ലാംഗ്വേജ് ആണ് ഹിന്ദി, നമ്മളെ രാഷ്ട്രഭാഷയാണ്.
അപ്പോൾ അത് അറിഞ്ഞിരിക്കൽ അത്രയും അത്യാവശ്യമാണ്. കാരണം നമ്മളൊക്കെ പുറത്ത് എപ്പോൾ പോകുമ്പോൾ എന്തിനു പോകുന്നെന്ന് അറിയാത്ത ആൾക്കാരാണ്. അപ്പോൾ ഇനി പോകുമ്പോൾ ഹിന്ദി, ഇംഗ്ലീഷ് ഇത് രണ്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ നിർബന്ധമാണ്, ഇംഗ്ലീഷ്, ഹിന്ദി. ഇപ്പോൾ നേരത്തെ ട്രെയിനിങ് സെഷനിൽ വെച്ച് നടന്ന ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പൂനെ FC അക്കാഡമിയിലുള്ള സമയത്ത് ഒരു കോച്ച് മൂസ എന്നായിരുന്നു പേര് കോച്ചിൻ്റെ. അവർ മുംബൈക്കാരനാണ്, പക്ഷെ അവർ പകുതി മലയാളിയാണ്. അവർക്ക് മലയാളം മനസ്സിലാവും, അങ്ങോട്ട് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ എനിക്കിത് ഇംഗ്ലീഷ് അന്ന് എൻ്റെ ഫസ്റ്റായിട്ട് ഇവിടെ കേരളത്തിന് പുറത്ത് പോകാൻ ഞാൻ പോയിട്ട് അവിടെ പൂനെയിലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയില്ല, ഹിന്ദി അറിയില്ല. അപ്പോൾ കോച്ച് ബാക്കിയുള്ള എല്ലാ പ്ലേസിനും ഇംഗ്ലീഷിലാണ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ അത് മനസ്സിലാത്തവർക്ക് ഹിന്ദിയിലാണ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ കോച്ച് ക്രോസ് ചെയ്യാൻ ഒരു ട്രെയിനിങ് ആണ്, ക്രോസിൻ്റെ പാസ് ആൻഡ് ക്രോസ് ആണ്. അപ്പോൾ ഈ ക്രോസ് ചെയ്യേണ്ട കാര്യം കോച്ച് എല്ലാവർക്കും നല്ല രീതിയിൽ പറഞ്ഞു തന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് പാസ് കിട്ടുന്ന പാസ് അതുപോലെ ഞാൻ റിട്ടേൺ പാസ് കൊടുക്കും. പക്ഷെ ഇവിടുന്ന് എനിക്ക് ചെയ്യേണ്ടതിരുന്ന് ക്രോസ് ആയിരുന്നു. പക്ഷെ എനിക്ക് പാസ് വരും, അത് ക്രോസ് ചെയ്യാതെ എനിക്ക് കാര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് ഞാൻ തിരിച്ച് പാസ് കൊടുക്കും. ഒരു 3 പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു. കോച്ചിന് ദേഷ്യം വന്നു. കോച്ച് പ്രാക്ടീസ് ക്യാൻസൽ ചെയ്തു. എല്ലാവരെയും തിരിച്ച് ഫ്ലാറ്റിലോട്ട് പോകാൻ പറഞ്ഞു എല്ലാവരോടും. അത്ര ദേഷ്യം വന്നിട്ട് കോച്ച്. ആ ടൈമിൽ എനിക്ക് അറിയില്ലായിരുന്നു കോച്ചിന് മലയാളം അറിയുമെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ സൈഡിൽ പോയിരുന്നു വേറെ മലയാളിനോട് ഞാൻ എൻ്റെ ദേഷ്യം ഞാൻ പുറത്തെടുത്ത് കോച്ചിനെ കുറിച്ച് എല്ലാം കുറച്ച് ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് കോച്ച് മലയാളിയാണ്, കോച്ചിന് മലയാളം അറിയാമെന്ന് പറഞ്ഞത്. അപ്പോൾ അന്നാ കോച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു എനിക്ക്. ഫുട്ബോളിൽ കളിച്ചാൽ മാത്രം പോരാ, ഒരു ശരിക്കും എനിക്കൊരു ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ, ഇന്ത്യക്ക് പുറത്ത് പോവുകയാണെങ്കിൽ, ഫോറിൻ കോച്ചായിട്ട് സംസാരിക്കുകയാണെങ്കിൽ, മാച്ചിന് മുന്നേ പ്രീ ഇൻ്റർവ്യൂ വരികയാണെങ്കിൽ, ഒരു അവാർഡ് കിട്ടുകയാണെങ്കിൽ, അപ്പോഴൊക്കെ നീ സംസാരിക്കേണ്ടി വരും. അത് നീ മലയാളം കൊണ്ട് സംസാരിക്കാൻ നിനക്ക് കഴിയില്ല. കാരണം മലയാളം മോശം ലാംഗ്വേജ് എന്നല്ല. പുറത്ത് എല്ലാവർക്കും ഇന്ത്യക്ക് പുറത്തുള്ളവർക്ക് മനസ്സിലാണെങ്കിൽ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം. ഇനി ഇന്ത്യയിലാണെങ്കിൽ ഹിന്ദിയിൽ തന്നെ സംസാരിക്കണം എന്ന് പറഞ്ഞു തന്നു. ഈ ഇംഗ്ലീഷ് ഭാഷ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് അതിനെന്തെങ്കിലും ഒരു വ്യത്യസ്തത തോന്നിയിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ, അല്ലെങ്കിൽ മറ്റ് ഭാഷകളിൽ നിന്ന് എന്തെങ്കിലും അതിനൊരു പ്രത്യേകത ഉണ്ടെന്നോ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ് പഠിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം, ആ സമയത്ത് നമ്മൾ കരുതും ഇപ്പോൾ മലയാളത്തിൽ ഇങ്ങനെ ഒരു വേർഡ് പറയുകയാണെങ്കിൽ ആ വേർഡ് അതുപോലെ ഇംഗ്ലീഷിലാക്കാനാണ് ശ്രമിക്കുക. അപ്പം മലയാളത്തിലെ ഫസ്റ്റ് വേർഡ് എന്താണ്, അത് ഇംഗ്ലീഷിലാക്കി, സെക്കൻഡ് വേർഡ് ഇംഗ്ലീഷിലാക്കി, തേർഡ് ഇംഗ്ലീഷ്, അങ്ങനെ ആയിരുന്നു ആക്കിയിരുന്നത്. എക്സാംസിലാണെങ്കിൽ എല്ലാത്തിലാണ് അങ്ങനെ ട്രൈ ചെയ്തിരുന്നത്. പക്ഷെ പിന്നീടാണ് മനസ്സിലായത് ഇതിൻ്റെ ഗ്രാമർ കാര്യങ്ങളും കുറച്ച് വ്യത്യാസമാണ്. നമ്മൾ മലയാളം എങ്ങനെ നമ്മൾ സംസാരിക്കുന്നു, എങ്ങനെ എഴുതുന്നു, അതുപോലെ എല്ലാം ഇംഗ്ലീഷ് എഴുതും. ഇംഗ്ലീഷ് വാക്ക് നമ്മൾ എങ്ങനെ ഉച്ചരിക്കുന്നു, അത് എങ്ങനെ വരുന്നു, അതിൻ്റെ ഓരോ സ്ലാങ്, എല്ലാ കാര്യങ്ങളും വളരെ ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലായത്. ഇപ്പോൾ താങ്കളെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ഏത് ഭാഷയായാലും കൈകാര്യം ചെയ്യാൻ പഠിച്ചത് റിയൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷേനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താങ്കളുടെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഏത് രീതിയിൽ പഠിക്കുന്നതാണ് നല്ലത്? നമ്മൾ ഗ്രാമർ വൈസ്, ഇപ്പോൾ പാസ്റ്റ് ടെൻസ് ആ രീതിയിലാണോ, അല്ലെങ്കിൽ ഇപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്, നമ്മൾ സ്പോക്കൺ മെത്തേഡിലാണ് പോകുന്നത്, എന്താണ് അഭിപ്രായം? അതെ, അത് ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ എനിക്ക് കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലായി നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്ന ഇതിൽ നിന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇംഗ്ലീഷ് പഠിക്കാൻ ഏറ്റവും ഈസി വേ ആണ്. കാരണം സംസാരിച്ച് അല്ലെങ്കിൽ ഡൗട്ട്സ്, ഈ വാക്ക് എങ്ങനെ ഉച്ചരിക്കും, അല്ലെങ്കിൽ എങ്ങനെ പറയും, എങ്ങനെ എഴുതും എന്നുള്ളത് ഒരാളോട് സംസാരിച്ച് അപ്പോൾ ഡൗട്ട്സ് ചോദിച്ച്, അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടെങ്കിലും പോവുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുകയാണ്, അപ്പോൾ ഒരു ഇംഗ്ലീഷ് എനിക്ക് വാക്ക് സംസാരിക്കണം, അല്ലെങ്കിൽ അവരോട് എന്തെങ്കിലും ചോദിക്കണം, ഈ കാര്യങ്ങൾ അപ്പം തന്നെ ചോദിച്ച്, അങ്ങനെ ഞാനിപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം ചോദിക്കുകയാണ്, ഇങ്ങനെ ഇതിൽ ഞാനെന്ത് പറയണം, അതവിടെ നിന്ന് ഈ ഇവരിൽ നിന്ന് ആൻസർ കിട്ടുകയാണെങ്കിൽ അതെൻ്റെ മനസ്സിൽ പിന്നെ ഉണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പം എൻ്റെ മനസ്സിലുണ്ടാവും അന്ന് പറഞ്ഞു തന്നത് ഇതാണ്, ഇങ്ങനെയാണിത് ചോദിക്കേണ്ടത്. വളരെ ഈസിയാണ്. സ്കൂളിൽ പഠിക്കുന്നത് നമ്മൾ എഴുതി പഠിക്കുക, ഇത് കുറച്ച് ഒന്നുകൂടി ഡിഫറെൻ്റ് ആണ്. അത് കുറച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത് കുറച്ച് റിസ്ക് ആണ്. കാരണം ഞാൻ അങ്ങനെ പഠിച്ച ആളാണ്, പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് എനിക്ക് എൻ്റെ ഫ്യൂച്ചറിൽ ഒരു ഉപയോഗം വന്നിട്ടില്ല. എനിക്ക് ഉപയോഗം വന്നിട്ടുള്ളത് ഞാൻ സംസാരിച്ച് പഠിച്ചതിൽ നിന്നിട്ടാണ്. അതായത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അതിൻ്റെ ഇടയിൽ മലയാളം സംസാരിക്കാനേ പാടില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. ഇപ്പോൾ കളിക്കുന്ന സമയത്ത്, ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ ഭാഷകൾ പഠിച്ചിട്ടുണ്ടാവും. ഏതൊരു ഭാഷയും പഠിക്കാനായിട്ട് താങ്കളുടെ ഒരു സെൽഫ് ലേണിംഗ് മെത്തഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
സെൽഫ് ലേണിംഗ് മെത്തേഡ് ഇതുപോലെ തന്നെ ഞാൻ അവർ സംസാരിക്കുന്നത് കൂടുതൽ കേൾക്കാനും ശ്രമിക്കാറുണ്ട്. ഫോറിൻ പ്ലേയേഴ്സ് ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പുറത്തുള്ളവർ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ അവർ ഓരോ വേർഡ്സ് തമ്മിൽ സംസാരിക്കുമ്പോൾ ഓരോ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതുപോലെ എന്നോട് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന ആൻസർ അപ്പോൾ അവർ പറയുന്നത് ഇതെല്ലാം മെമ്മറിയിൽ ചില കാര്യങ്ങൾ അങ്ങനെ മെമ്മറിയിൽ വെച്ച് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡ് പിന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും. ഞാൻ അപ്പം അയാളോട് ഇതാണ് പറഞ്ഞത്, എന്നോട് ഇതാണ് ചോദിച്ചത്, ഇങ്ങനെയാണ് ചോദിച്ചത്, ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതുണ്ടാവും. ഇത് ഞാൻ ബുക്കിൽ എഴുതി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇതെൻ്റെ മനസ്സിലുണ്ടാവില്ല, അത് എഴുതി വെച്ച് കഴിഞ്ഞു എന്നുള്ള രീതിയിലായിരിക്കും. റിയൽ ലൈഫ് സിറ്റുവേഷൻ ആയിട്ട് റിലേറ്റഡ് ആണെങ്കിൽ ഒന്നുകൂടെ നന്നാവും. ഇപ്പോൾ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ മെത്തേഡ് ഞാൻ താങ്കളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഗുരുവിൻ്റെ മെത്തേഡിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതാ ഞാൻ നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അതാ പറഞ്ഞത്. എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നി, പഠിക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡായിട്ട് തോന്നി. കാരണം ഞാൻ പഠിച്ചത് വെച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ എത്രത്തോളം അത് റിയൽ ലൈഫിൽ യൂസ് ചെയ്യുന്നോ അത്രത്തോളമാണ് നമ്മൾ കൂടുതൽ പഠിക്കുക. ബുക്ക് പെന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മളത് പഠിച്ചു കഴിഞ്ഞു, ചിലപ്പോൾ എക്സാംസിന് വേണ്ടി പഠിക്കും, ആ എക്സാംസ് കഴിഞ്ഞാൽ അത് മറന്നു, പിന്നെ അടുത്ത ചാപ്റ്റർ അത് എക്സാംസിന് വേണ്ടി പഠിക്കും, കഴിഞ്ഞു. പക്ഷെ ഇതങ്ങനെയല്ല. റിയൽ ലൈഫിൽ നമ്മൾ ഇതുപോലെ സംസാരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് വേറെ ആൾ വരുമ്പോൾ ഇതേപോലെ സിമ്പിളായിട്ട് നമുക്ക് സംസാരിക്കാൻ കഴിയും. ഇവിടെ ഒരു 10 പേരോട് ഞാൻ ഒരു 10 ദിവസം സംസാരിച്ചു, ആ 10 ദിവസം ഞാൻ ഇംഗ്ലീഷാണ് സംസാരിച്ചതെങ്കിൽ 11ാമത്തെ ദിവസം എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഞാൻ സിമ്പിളായിട്ട് ചിലപ്പോൾ സംസാരിക്കും. എല്ലാവർക്കും അതുപോലത്തെ ഒരു മെത്തേഡായിട്ടാണ് എനിക്ക് ഈ മെത്തേഡ് തോന്നിയിട്ടുള്ളത്. ഓക്കെ, അതേപോലെ നമ്മൾ ഈ വാട്സാപ്പ് വഴി പഠിക്കുന്നതുകൊണ്ട് സാധാ റെഗുലർ ക്ലാസ്സുകളിൽ നിന്നും കൂടുതലായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇതിൽ അഡ്വാൻറ്റേജ് തോന്നിയിട്ടുള്ളത് നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു, ഇപ്പം എന്തെങ്കിലും വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ആരോട് എന്തെങ്കിലും ചോദിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ബുക്ക് വായിക്കുമ്പോൾ അത് മനസ്സിലായില്ല, ആ ലൈന് മനസ്സിലായില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ എങ്ങനെയാണ് മനസ്സിലായില്ല, അപ്പോൾ ഇതിൽ നമുക്ക് ആ സ്പോട്ടിൽ അവരോട് ഡൗട്ട്സ് ചോദിക്കാം. ആ ഡൗട്ട്സ് വെച്ച് ആ ഡൗട്ട്സ് ക്ലിയർ ആകുമ്പോൾ അത് നമുക്ക് അത്രയും ഹെൽപ്ഫുള്ളാണ്, യൂസ്ഫുള്ളാണ് ലൈഫിൽ. അതുപോലെ ഈ ടീച്ചിങ് മെത്തേഡ് ഇതുപോലെ ഈ പറഞ്ഞ പോലെ അത് ഒരുപാട് ലൈഫിൽ യൂസ്ഫുള്ളാണ്. കാരണം ഇങ്ങനെ ഡൗട്ട്സ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ ഒരു പഠിക്കുന്നതിൽ. കാരണം നമുക്ക് എന്തെങ്കിലും ഡൗട്ട്സ് വരിക, സ്പോട്ടിൽ ചോദിക്കുക, അപ്പോൾ തന്നെ ആൻസർ കിട്ടുക. അത് നമ്മൾ എവിടെയാണെങ്കിലും ആ ഡൗട്ട്സ് ചോദിക്കുക, ആൻസർ കിട്ടുക. എപ്പോഴും ഏത് ടൈമിൽ എവിടെയാണെങ്കിലും പഠിക്കാം എന്നുള്ളൊരു. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. ഇനി നമ്മുടെ ഇംഗ്ലീഷ് ഗുരുവിൻ്റെ സ്റ്റുഡൻസിനോട് സാറിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിത് എൻ്റെ സെൽഫായിട്ട് നിങ്ങൾക്ക് 100% ഗ്യാരൻറ്റിയോടെ സജസ്റ്റ് ചെയ്യും. കാരണം ഇത്ര ഈസി മെത്തേഡായിട്ട് ഇംഗ്ലീഷ് പഠിക്കാനും സംസാരിക്കാനും വേറൊരു അവസരം നമുക്ക് ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ നമ്മൾ കറണ്ട് സിറ്റുവേഷനിൽ. എനിക്ക് ഈ മെത്തേഡിൽ കോൺഫിഡൻസ് ഉണ്ട്. നിങ്ങളും ട്രൈ ചെയ്യൂ. ടെസ്റ്റ് യുവർ ഇംഗ്ലീഷ് ആൻഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ്.